വരൂ ഇനി ആടിയിൽ ആറാടാം. എടപ്പാൾ ചോയ്സ് വെഡിംഗ് കാസൽ വമ്പിച്ച ആടി സെയിൽ. എല്ലാത്തരം വസ്ത്രങ്ങൾക്കും 5% മുതൽ 50% വരെ ഡിസ്കൗണ്ട്. ചോയ്സ് വെഡിംഗ് കാസൽ, അമാന മാൾ, എടപ്പാൾ. ഓൾ ഇന്ത്യ വീരശൈവ സഭയുടെ പട്ടാമ്പി താലൂക്ക് തല സമ്മേളനം സംഘടിപ്പിച്ചു. ഗസറ്റ് വിജ്ഞാപനമുണ്ടായിട്ടും വീരശൈവ സമുദായ അംഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് പട്ടാമ്പിയിൽ ചേർന്ന ആൾ ഇന്ത്യ വീരശൈവ സഭ പട്ടാമ്പി താലൂക്ക് സമ്മേളനം കുറ്റപ്പെടുത്തി. മേലെ പട്ടാമ്പി ട്രേഡ് സെന്ററിൽ വെച്ച് നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഓൾ ഇന്ത്യ വീരശൈവ സഭയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ സാമൂഹ്യ സംഘടനകളുടെ കൂട്ടത്തിൽ സഭയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യക്ഷമതയായിട്ടുള്ള പ്രവർത്തനമുണ്ട്. കേരളത്തിലെ വിവിധ സമുദായങ്ങളുടെ കൂട്ടായ്മയിൽ കേരള നവോത്ഥാന സമിതിയുടെ ഒരു അംഗസംഘടനയാണ് ഓൾ ഇന്ത്യ വീരശൈവ സഭ. ഈ സംഘടനയുടെ സംസ്ഥാനതല പ്രതിഭാ പുരസ്കാരവും സംസ്ഥാന പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സാറാണ്. ഈ പരിപാടിയുടെ പ്രതിഭാ പുരസ്കാരം 2024 പരിപാടിയുടെ മുഖ്യാതിഥിയായി വരുന്നത് പാലക്കാടിലെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട MP ശ്രീ BK ശ്രീകണ്ഠൻ അവർകളാണ്. വേദന അനുഭവിക്കുന്ന വീരശൈവയിലെ ഉപവിഭാഗങ്ങൾ ഈ പട്ടാമ്പി താലൂക്കിലെ 100 കണക്കിന് കുടുംബങ്ങളാണുള്ളത്. ഒരു പ്രദേശത്ത് ഇപ്പൊ നോക്കുമ്പോൾ കട്ടിൽമാടം, വാവന്നൂര്, അതുപോലെ തൃത്താല ഭാഗത്ത്, അതുപോലെ പട്ടാമ്പിയിലെ വിവിധ പ്രദേശങ്ങളിൽ തൊഴിലെടുക്കുന്ന, കുലത്തൊഴിൽ സ്വീകരിച്ച് പരമ്പരാഗത തൊഴിൽ സ്വീകരിക്കുന്ന ഈ ചെട്ടിയും ചെട്ടിയാർ എന്ന് വിളിപ്പേരിലൊക്കെ അറിയപ്പെടുന്ന വിഭാഗങ്ങൾക്ക് വീരശൈവ എന്ന ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി 2022 7-ാം മാസം സർക്കാർ ഉത്തരവ്, സർക്കാർ പിന്നോക്ക വികസന വകുപ്പ് നടപടി സ്വീകരിച്ചിട്ട്. പശ്ചാത്ത വേലായുധൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് കെ രമേഷ് ബാബു മുഖ്യാതിഥിയായി. സഭാ സെക്രട്ടറി R രവി, കെ രജിനി, PV ഉണ്ണികൃഷ്ണൻ, MT മണി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓഗസ്റ്റ് 4 പാലക്കാട് വെച്ച് പ്രതിഭാ പുരസ്കാര സമർപ്പണവും സംസ്ഥാന പൊതുസമ്മേളനവും നടക്കുന്നുണ്ട്.